നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ടയിലെ ആറന്മുള നിയോജക മണ്ഡലം. അവിടെ UDF സ്ഥാനാർത്ഥിയായി കൃത്യമായി പരിഗണനയിൽ ഉള്ളത് അബിൻ വർക്കിയാണ്. UDFന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറന്മുള അടക്കമുള്ളിടത്ത് വലിയ നിലയിലുള്ള ലീഡ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തനി ആവർത്തനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ അങ്ങനെ ഒരു ഈസി വാക്ക് ഓവറിലേക്ക് ലക്ഷ്യമിടാൻ ഒരിക്കലും UDF ആഗ്രഹിക്കുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിൽ ഓവർ കോൺഫിഡൻ്റായി അതിൻ്റെ ഹാങ് ഓവറിൽ നിന്നതുകൊണ്ടാണ് 2020 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷം വലിയ കൃത്യതയാർന്ന രീതിയിൽ ഇലക്ഷൻ മാനിഫെസ്റ്റോയിലൂടെ വിജയിക്കാൻ ആയത്. ഒത്തിരിയധികം ഫ്രീബീസ് പൊളിറ്റിക്സ് അവതരിപ്പിച്ചാണ് CPIM വലിയ തോതിൽ അവിടെ കള്ളപ്രചരണം ഉണ്ടാക്കി വിജയിച്ച് നേടിയെടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിനി ആവർത്തിക്കപ്പെടരുത്. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തി വരുന്നത്. അതിനുവേണ്ടിയുള്ള സ്ട്രാറ്റജി ഇപ്പോൾ അണിയറയിൽ കൃത്യമായി രൂപീകരിക്കുകയാണ്. അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കുന്നതോടുകൂടി യുവ പ്രാതിനിധ്യം ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ ആറന്മുളയിൽ ആദ്യം പരിഗണിച്ചിരുന്ന പേര് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയാണ്. എന്നാൽ അദ്ദേഹം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 18,840 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ ഇനി ആ സ്ഥാനാർത്ഥിക്ക് അവിടെ സാധ്യതയില്ല. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തട്ടകമായി മാറ്റിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. അബിൻ വർക്കിയെ സ്ഥാനാർത്ഥിയാക്കിയാൽ തീർച്ചയായും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒട്ടനവധി യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും KSU നേതാക്കളെയും കൃത്യമായി കോൺഗ്രസ് അവതരിപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരുപക്ഷെ അങ്ങനെ അവതരിപ്പിച്ചാൽ വിജയക്കൊടി നാട്ടിയെടുക്കാൻ കഴിയും. 63 മണ്ഡലങ്ങൾ എന്ന് VD സതീശൻ പറയുന്നുണ്ടെങ്കിലും 65ഓളം മണ്ഡലങ്ങൾക്ക് UDF വിജയപ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരു കേവല ഭൂരിപക്ഷം അത് ഇന്നേ വരെ ഒരു പാർട്ടിക്കും കേരളത്തിൽ ചരിത്രപരമായി ലഭിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ചരിത്ര ഭൂമികയിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിനെ തിരുത്തി കുറിക്കാൻ വേണ്ടിയുള്ള ശ്രമം UDF നടത്തുകയാണ്. കോൺഗ്രസ്സിന് കേവല ഭൂരിപക്ഷം ലഭിക്കട്ടെ, അതിലെന്താ ഇത്ര കുറവ്, ഞങ്ങൾ വിലപേശലില്ല എന്ന് ലീഗും അതുപോലെ തന്നെ ജോസഫ് ഗ്രൂപ്പും ഒക്കെ കട്ടയ്ക്ക് പറയുന്നുണ്ട്. കോൺഗ്രസ്സിന് ഇനിയും അപജയം സംഭവിച്ചുകൂടാ. ജനങ്ങൾ തിരിച്ചറിയണം, ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കണം. അതിനുവേണ്ടിയുള്ള ഒരു ഹൈപ്പിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് കോൺഗ്രസിൻ്റെ ശ്രമം. മിഷൻ 70+ എന്നത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ UDF 100 സീറ്റ് കടക്കുക എന്നുള്ളത് മുന്നണി സംവിധാനത്തിൻ്റെയും ആഗ്രഹമായി തീരുകയാണ്. അതിനുവേണ്ടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഒത്തൊരുമയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് തീർച്ചയായും വിജയിപ്പിച്ചെടുത്താൽ അതൊരു വലിയ ഹൈപ്പിലേക്ക് തന്നെ ഉയർത്തിയെടുക്കാൻ കഴിയും.